ആ മക്കളെ, അമ്മ സുഖമായിരിക്കുന്നു. ഇന്നലെ രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങി. വേദന ഉണ്ടായിരുന്നില്ല. വിശ്രമം അങ്ങനെ നല്ല പോലെ തുടരുന്നു. അപ്പോൾ ചേനപ്പൂ കിട്ടിയെന്നില്ലേ പറഞ്ഞു? പറമ്പിൽ നിൽക്കുന്നുള്ളത് പറിച്ചോ? പെരളനാ മറന്നുപോയതല്ലേ? പെരളനാണേലും മറ്റേ കറി വയ്ക്കാൻ എരിയുന്ന പോലുള്ള അരിച്ചില്ല, അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, ചെറിയ ഉള്ളി ഒരുപാട് വേണം. അമ്മ പറഞ്ഞത് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, ശേഷം വോയിസ് കേൾക്കുക. ഒരു 2 കഷ്ണം തക്കോലം, 2 കഷ്ണം എന്ന് പറഞ്ഞാൽ 2 അല്ലി ഗ്രാമ്പൂ, ഒരു 1-2 ഗ്രാമ്പൂ, 1-2 ഏലക്ക, ഒരു നുള്ള പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ഇടിയില്ല, ഇത് ഇത്രയും സാധനം ഒന്നിച്ച്. അതിൻ്റെ കൂടെ ഉണക്കമുളക് മുറിച്ചത്, കറിവേപ്പില, പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഉള്ളി. മക്കളെ, അച്ഛൻ്റെ ഉണക്കിട്ട് തീർന്നു കേട്ടോ, കുറച്ച് അയച്ചു തരണം. അതെ, മറ്റേ കുളിമുറിയിലേ ഒരു വലിയ പാത്രത്തിൽ കാണുമല്ലോ, ഇല്ലെങ്കിൽ ഉണ്ടാക്കുക. പിന്നെ അറിയാമല്ലോ, ഈ കുരുമുളകും ഉപ്പും പൊടിച്ച് ചേർക്കണേ. പിന്നെ ഉണക്കിട്ട് നന്നായിട്ട് പൊടിഞ്ഞോട്ടെ കേട്ടോ. വേറെ ഒന്നുമില്ല. ആ മണക്കൂസുകളൊക്കെ എൻ്റെ ബാക്കി ചില്ലുവാനങ്ങളൊക്കെ അഭിലാഷും കണ്ണകയും ഒക്കെ ശരി. മണക്കൂസുകൾക്ക് മുത്തശ്ശൻ്റെ വക ഒരു 2 പൊട്ടിക്കൽ കൊടുത്തേരാം കേട്ടോ. അവരോട് മര്യാദയ്ക്ക് ചോദിച്ചോളാം മുത്തശ്ശൻ പറഞ്ഞെന്ന് പറഞ്ഞത്. ക്രൂരത പറയത്, ക്രൂരത. മണക്കൂശൻ ഉൾക്കാണ്ഡ്യങ്ങളും കൂടിയുള്ള പരിപാടികൾ ഗംഭീരമായിട്ടുണ്ട്. അത് മുത്തശ്ശൻ അങ്ങോട്ട് വരും, എല്ലാത്തിനെയും വരയെ നിർത്തി പൂശും. കൊച്ചാട്ടനും കുഞ്ഞച്ചനും. കൊച്ചാട്ടനും അനിയനും, കൊച്ചാട്ടനും അണ്ണൻ തമ്പി മണക്കൂശൻ. ഇത്രയും വലിയ നീട്ടിപ്പരത്തിയൊന്നും കാണിക്കാനുള്ള മഴ പെയ്തില്ല. ഇതാണ് ഇവിടുത്തെ മഴ. ഇത് കൊച്ചേട്ടനാണ്, എല്ലാവരും കൊച്ചേട്ടാന്ന് വിളിച്ചാൽ മതി കേട്ടോ. മുത്തശ്ശൻ്റെ കൊച്ചേട്ടനാണ് അത്. 2 എണ്ണവും ശരിക്കും അതിൻ്റെ ഡയറക്ടർമാരാണ്, പുതിയ ഡയറക്ടർമാർ. ഒന്ന് കൊച്ചേട്ടൻ്റെ ഡയറക്ടർ, മറ്റേത് ഷുളുക്കൻ ഡയറക്ടർ. അങ്ങനെ 2 ഡയറക്ടർമാരാണ് പുതിയതായിട്ടുള്ളത്. സന്തോഷമായി കേട്ടോ മുത്തശ്ശനാ.
അത് ഇത്രയും ചേർക്കണം. എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൂട്ടി അടച്ച് വയ്ക്കണം. ഒട്ടും വെള്ളം ചേർക്കണ്ട, ഒട്ടും. എന്നിട്ട് നല്ലപോലെ തീ പിരിച്ചിടണം. തീ പിരിച്ചിട്ട് ചെറിയ ചൂട്, ഇളം ചൂട്, പ്രത്യേകിച്ച് ഉരുളിയാണെങ്കിൽ ഒട്ടും ചൂട് വേണ്ട. ഒട്ടും ചൂട് വേണ്ടതല്ല, ചൂട് വളരെ വളരെ കുറച്ച് മതി. ഏറ്റവും വലിപ്പമുള്ള ഒരു കഷ്ണം എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറെക്കുറെ ആയി എന്നുള്ളത്. ചിലപ്പോൾ ഒരു ന്യായമായ ചൂടാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് വേവും. എന്നിട്ടത് ചിക്കിയിട്ട് തോർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ സംഭവം പെരളനായി. കുഞ്ഞു കുട്ടികൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മുത്തശ്ശിയുടെ ഉമ്മ 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 ഉമ്മ.